കോംബൈ. ഇതിനെ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ ടെറിയർ എന്നും പറയാറുണ്ട്. ഇന്ത്യയിലെ നാടൻ നായകളിൽ ഇന്റലിജൻസ്, വിശ്വാസം, പവർഫുൾ ആയിട്ടുള്ള ഒരു നേറ്റീവ് ബ്രീഡ് കോംബൈയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് ഇതിന്റെ നേറ്റീവ് പ്ലേസ്. രാമനാഥപുരം, തേനി, ശിവഗംഗ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിനെ കൂടുതലായിട്ട് കാണാൻ കഴിയും. രാജപാളയം കഴിഞ്ഞാൽ ഒരേ ഒരു പ്യുവർ നാടൻ ബ്രീഡ് ഈ കോംബൈയാണെന്ന് പറയാം. ബേസിക്കലി ഇതൊരു സൈറ്റൗണ്ട് ബ്രീഡ് ആണെങ്കിലും മറ്റൊരു വകയിൽ ഇതൊരു ബെസ്റ്റ് ടെറിയർ ബ്രീഡ് കൂടിയാണ്. പണ്ട് കാലത്ത് വേട്ടക്കാർ മുയൽ, കാട്ടുപന്നി തുടങ്ങിയ ജീവികളെ വേട്ടയാടാൻ വേണ്ടി ഇതിനെ ഉപയോഗിച്ചിരുന്നു. ഇന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി കോംബൈ അതിനെ വളർത്തുന്ന ഓണേഴ്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും വളരെയധികം വിശ്വാസവും സ്നേഹവുമുള്ള ഒരു ബ്രീഡാണ്. സോ ഇതിനെ ജസ്റ്റ് വേട്ടയ്ക്ക് മാത്രമല്ലാതെ ഗാർഡിങ്ങിന് വേണ്ടിയും വളർത്തുന്നുണ്ട്. കോംബൈ വളരെ പൊസസീവും അഗ്രസീവുമായത് കാരണം വളരെ ഹെവി ആയിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ബ്രീഡാണ്. ഇതിന്റെ ബോഡി നേച്ചർ നോക്കുവാണെങ്കിൽ കാണുമ്പോൾ മീഡിയം സൈസ് ആണെങ്കിലും വളരെ പവർഫുൾ ആൻഡ് മസ്കുലറും ചെസ്റ്റിന് വിരിവുമുണ്ട്. വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും സ്റ്റിഫായിട്ടും ഗാംഭീര്യമായിട്ടാണ് നിൽക്കാറുള്ളത്. ഹെയർ നീളം കുറഞ്ഞ് ഒരു റെഡിഷ് ബ്രൗൺ കളർ ആയിരിക്കും. മുഖത്തിന്റെ മുൻഭാഗം ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും. ചിലർ ആ ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലാണെങ്കിൽ അതിന് അഗ്രസീവ്നെസ് കൂടുതലായിരിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഇതിന്റെ നട്ടലിന്റെ എൻഡ് മുതൽ വാലിന്റെ എൻഡ് വരെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സ്ട്രിപ്പ് ഉണ്ടാവും. കേണൽ ക്ലബ് ഓഫ് ഇന്ത്യ ഈ ബ്രീഡിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ CRPFലും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസിന് വേണ്ടി ഇതിന്റെ വെയിറ്റും ഹൈറ്റും കൂട്ടാൻ വേണ്ടി ക്രോസ് ബ്രീഡ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഒറിജിനാലിറ്റി കുറഞ്ഞു വരുവാണെന്ന് പറയാം. ഓൾറെഡി ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കാരണം ഇന്നുള്ള കോംബൈകൾക്ക് 70 മുതൽ 80% മാത്രമേ ഒറിജിനാലിറ്റി കാണാറുള്ളൂ. ഒരു ഒറിജിനൽ കോംബൈ ബ്രീഡിന്റെ ബോഡി സൈസ് നോക്കുവാണെങ്കിൽ 21 മുതൽ 23 ഇഞ്ച് നീളവും ആവറേജ് ആയിട്ട് 25 മുതൽ 30 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. ഫസ്റ്റ് ടൈം ഈ കോംബൈയെ വളർത്തുന്നവർ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പ്രയാസമായിട്ടാണ് കരുതുന്നത്. ബട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ വളരെ ഈസി ആയിട്ട് കോംബൈക്ക് ട്രെയിനിങ് കൊടുക്കും. കോംബൈ അഗ്രസീവിന്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. ജർമ്മൻ ഷെപ്പേർഡിനേക്കാൾ 2 മടങ്ങ് അഗ്രസീവായിട്ടും ഫിയർലെസ് ആയിട്ടും ഫൈറ്റ് ചെയ്യും. ഇതിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഓപ്പോണന്റ് എത്ര വലുതാണെങ്കിലും ശരി തോറ്റു പിന്മാറുക എന്ന കാര്യം ഓർക്കാറ് പോലുമില്ല. അത്രയ്ക്ക് ഫിയർലെസ് ആയിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ദേഷ്യത്തിൽ വാർണിംഗ് സിഗ്നൽ കൊടുക്കും. എന്നിട്ടും ഓപ്പോണന്റ് അടുത്ത് വരുവാണെങ്കിൽ പിന്നീട് കാണേണ്ടി വരുന്നത് കോംബൈയുടെ മറ്റൊരു മുഖമായിരിക്കും. സോ ഓവറോൾ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ജർമ്മൻ ഷെപ്പേർഡും അറ്റാക്കിംഗ് സ്റ്റൈലിന്റെ കാര്യത്തിൽ കോംബൈയുമാണ് ലീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടിനെ പോസിറ്റീവും നെഗറ്റീവും നോക്കാം. ജർമ്മൻ ഷെപ്പേർഡ് ബേസിക്കലി ഒരു അത്ലറ്റിക് ഡോഗ് ആയത് കാരണം ട്രെയിനിങ് ചെയ്താൽ വെള്ളത്തിൽ നല്ലതുപോലെ നീന്താൻ കഴിയും. അതുപോലെ ഇതിന്റെ സ്റ്റാമിനയും എൻഡുറൻസും വളരെ ഹെവിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 1-2 മണിക്കൂർ ഈസി ആയിട്ട് എക്സസൈസ് ചെയ്ത് വളരെ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ നിന്ന സ്ഥലത്ത് നിന്ന് 5 അടിയുള്ള ഫെൻസ് പോലും ചാടിക്കടക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി സ്മെൽ സെൻസ് ചെയ്യാനുള്ള കഴിവാണ്. മനുഷ്യരെക്കാൾ 1,00,000 മടങ്ങ് ബെറ്റർ ആയിട്ട് സ്മെൽ സെൻസ് ചെയ്യാൻ കഴിയും. നാച്ചുറലായിട്ട് ഇവയ്ക്ക് കാഴ്ചശക്തി കുറവാണ്. ഇത് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഈ സൈഡ് കോംബൈക്കും നല്ല എൻഡുറൻസ് ലെവലും സ്റ്റാമിനയും ഉണ്ട്. ഇതിന്റെ മാക്സിമം സ്പീഡിൽ 5 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും. അതുപോലെ ഇതിന്റെ പല്ലുകൾ വളരെ സ്ട്രോങ്ങും സിസർ ടൈപ്പുമാണ്. സോ ഓപ്പോണന്റിന്റെ മാംസം പോലും ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. നല്ലതുപോലെ നീന്താനും സ്മെൽ സെൻസ് ചെയ്യാനുള്ള കഴിവ് കോംബൈക്കുമുണ്ട്. ഇതിന്റെ വീക്ക്നെസ് ഹെയർ ഷോർട്ടും ഫാറ്റ് ഇല്ലാത്തതും കാരണം തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പെട്ടെന്ന് മറ്റൊരു സ്ഥലം അഡോപ്റ്റ് ചെയ്യാറില്ല. അപ്പാർട്ട്മെന്റുകളിൽ വളർത്താനും ബുദ്ധിമുട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി ഇവ രണ്ടും മെജസ്റ്റിക് ആയിട്ടുള്ള 2 ബ്രീഡാണെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇവ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ വളരെ നേരം നീണ്ടു നിൽക്കാനാണ് സാധ്യത. ജർമ്മൻ ഷെപ്പേർഡ് വളരെ ഇന്റലിജന്റും ബൈറ്റ് ഫോഴ്സ് കൂടുതലാണെങ്കിലും കോംബൈയുടെ ഫിയർലെസ് ആയിട്ടുള്ള ഫൈറ്റിംഗിന് മുമ്പിൽ വിൻ ചെയ്യാനുള്ള സാധ്യത ജർമ്മൻ ഷെപ്പേർഡിന് കുറവാണ്. ഈ ഫൈറ്റ് വളരെ ടഫായിരിക്കും. എങ്കിലും ഒരു വിജയസാധ്യതയുള്ളത് കോംബൈക്കാണ്. കാരണം അത്രയ്ക്ക് അഗ്രസീവായിട്ടാണ് കോംബൈ ഫൈറ്റ് ചെയ്യുന്നത്.